എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലാണ് ഒറിയോ ചീസ് കേക്ക് എങ്ങനെ ഓവൻ ഇല്ലാതെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പേരാണ് ഒറിയോ ക്രീം ചീസ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കണ്ടായോ? അതിന് നിങ്ങൾ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ നമ്മുടെ കടകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒറിയോ ബിസ്ക്കറ്റ് വാങ്ങുക. അതിൻ്റെ ക്രീം കളയാതെ തന്നെ നമ്മളത് മിക്സിയിലിട്ട് അടിച്ച് പൊടിയാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഉരലിലിട്ട് ഇടിച്ച് പൊടിയാക്കി എടുക്കുകയോ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇടിച്ച് പൗഡറാക്കി എടുക്കുക. ഏകദേശം നമ്മുടെ പൗഡർ പരുവത്തിലായിട്ടുണ്ട്. ഞാനിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഏകദേശം ക്രംബിളായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഇളം ചൂടിൽ ചെറുതായി ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ടറും ഒറിയോ ബിസ്ക്കറ്റും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അതിനുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ താഴെ ഇടുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒറിയോ അതിലേക്ക് എല്ലാ സൈഡിലേക്കും വരത്തക്കുന്ന രീതിയിൽ സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈ ബിസ്ക്കറ്റ് ഫ്രീസറിനുള്ളിൽ വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രീം ചീസ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം നല്ലവണ്ണം സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാനും കഴിയും. ഇല്ലെങ്കിൽ ശകലം തിക്കായിരിക്കും. അതുപോലെ തന്നെ ക്ലംസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒരേ ഡയറക്ഷനിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നോ രണ്ടോ മൂന്നോ അതിലേറെ ലെയറുകൾ അടങ്ങിയിരിക്കുന്ന ഒരു മധുര പലഹാരമാണ് ചീസ് കേക്ക്. ഇതിനായി നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചീസാണ് റിക്കോട്ട ചീസ്, കോട്ടേജ് ചീസ്, അതുപോലെ തന്നെ ക്രീം ചീസ്. അപ്പോൾ ഇതിൽ നമുക്ക് സവർ ക്രീം ആഡ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ഒരു തകർപ്പൻ ചീസ് കേക്ക് നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ചീസ് ക്രീം നല്ല സ്മൂത്തായി കിട്ടുന്നവിടം വരെ നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ 5 ml വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെറിയ ചൂടിലേ നിങ്ങൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാവുള്ളൂ. നമുക്കിവിടെ ജലാറ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജലാറ്റിനും നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് അതിനുശേഷം നമുക്കിനി സവർ ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ സവർ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. സവർ ക്രീം ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഏകദേശം 600 ഗ്രാമോളം സവർ ക്രീം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റെസിപ്പി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഫ്രീസറിൽ വെച്ചിരുന്ന ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ചീസ് ക്രീം ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. ഓറിയോ ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, ചെറിയ കുട്ടികൾക്കും വലിയവരാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്കിതിലേക്ക് ക്രഷ് ചെയ്തിടാം. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബാറ്ററൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കേക്കിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് ബിസ്ക്കറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. ഇത് ജസ്റ്റ് ഗാർണിഷ് ആയിട്ടാണ്. നിങ്ങൾക്ക് പൊടിയാക്കി വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിലും ഇടാം. എങ്ങനെയായത് അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിനി ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. 4 hours നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളിനി നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മളിനി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ നൈഫ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രം ചീസ് കേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ്, നമ്മുടെ ചീസ് കേക്ക് റിങ്ങിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കി പിഴിഞ്ഞതിന് ശേഷം ഈ റിങ്ങിന് ചുറ്റും നമ്മൾ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് പിടിക്കുക. അതിനുശേഷം നമ്മൾ റിങ് തുറന്നെടുക്കുകയെങ്കിൽ ചീസ് കേക്ക് നല്ല അടിപൊളിയായിട്ട് റിങ്ങിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കെടുക്കാൻ കഴിയും. ഇനി നമ്മളിവിടെ നമ്മുടെ ചീസ് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ടെക്സ്ചർ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം ചീസ് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നൈഫ് ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം തുണി കൊണ്ട് തുടച്ചത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അടുത്ത പീസ് കട്ട് ചെയ്യാൻ. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നൈഫിൽ ചീസ് കേക്ക് ഒട്ടിപ്പിടിക്കാതെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പീസ് നമുക്ക് എടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യാം. വാവ്, എന്ത് രസമാണ് കാണാൻ. നല്ല മണമുണ്ട് കേട്ടോ. ഓറിയോ ചീസ് കേക്കിൻ്റെ നല്ല മണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു മിൻറ്റ് ലീഫ് പോലെ ചെറിയ ഫ്ലവറും വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗാർണിഷ്. നിങ്ങൾക്ക് ഇനി ഇതിന് എന്തെങ്കിലും സോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റീവ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നാം തരം അടിപൊളി ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഇതൊരു നിങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിക്കോട്ടെ. ഓവൻ ഇല്ലാതെ എങ്ങനെ ചീസ് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is me, Chef Jose. See you on next video. Bye bye.